സിനിമയ്ക്കുള്ളിലെ സിനിമ പ്രധാന പ്രമേയമായി വന്ന ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സിനിമയെ ജീവന തുല്യം സ്നേഹിക്കുന്ന, തന്റെ സിനിമ പ്രേക്ഷകർ കണ്ടു വിജയിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരു സിനിമാ പ്രേമിക്കും മോളിവുഡ് ടൈംസ് അങ്ങേയറ്റം കണക്ട് ആകും. മലയാളത്തിലെ ഏറ്റവും മികച്ച ഹൊറർ ഫിലിം ഡയറക്ടറാകണമെന്ന് കുട്ടിക്കാലം മുതൽ സ്വപ്നം കാണുന്ന വിനീത് മാധവന്റെ കഥകൾ മോളിവുഡ് ടൈംസ്. മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ് എന്ന ഒരൊറ്റ സിനിമയിലൂടെ ഇൻഡസ്ട്രിയിൽ തന്റെ സാന്നിധ്യം അറിയിച്ച അഭിനവ് സുന്ദർ നായകിന്റെ രണ്ടാമത്തെ സംവിധാന സംരംഭം ഒട്ടും മോശമായിട്ടില്ലെന്ന് തന്നെ പറയാം. സിനിമയ്ക്കുള്ളിലെ സിനിമയുടെ കഥ പറഞ്ഞ സിനിമകളിൽ മോളിവുഡ് ടൈംസിന് ഒരു പ്രത്യേക സ്ഥാനം തന്നെ നൽകാം. അത്രമാത്രം യൂണീക്കാണ് ഈ ചിത്രം. യാതൊരു സിനിമാ പാരമ്പര്യമില്ലാത്ത ഒരുവൻ സിനിമാ ഫീൽഡിൽ കയറിപ്പറ്റാൻ എന്തൊക്കെ തരണം ചെയ്യണമെന്ന് പച്ചയ്ക്ക് വരച്ചു കാട്ടുന്ന ചിത്രമാണിത്. കൂടെ നിന്ന് പണിതരുന്നവരും അതിവിനയം കാണിച്ചുകൊണ്ട് പലരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി ഫീൽഡിൽ നിലനിൽക്കുന്നവരെയും അങ്ങേയറ്റം പരിഹസിക്കുകയാണ് അഭിനവ് സുന്ദർ നായക്. കഴിവ് മാത്രം പോരാ, എല്ലാവരെയും സുഖിപ്പിച്ച് നിർത്തിയാൽ മാത്രമേ സിനിമാ ഫീൽഡിൽ നിലനിൽപ്പുള്ളൂ എന്ന അലിഖിത നിയമത്തെയും ഈ സിനിമയിൽ വിമർശിക്കുന്നുണ്ട്. സിനിമ ആരംഭിച്ച് ടൈറ്റിൽ എഴുതി കാണിക്കുന്നതുവരെയുള്ള സീനുകൾ ഏതൊരു സിനിമാ പ്രേമിക്കും കണക്ട് ആകുന്ന കാര്യങ്ങളാണ്. വിനീത് മാധവൻ എന്ന ബാലനെ വിസ്മയിപ്പിച്ച സിനിമ പോലെയൊന്ന് നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിട്ടുണ്ടാകും. അതെല്ലാം ഓർത്തെടുക്കാൻ മോളിവുഡ് ടൈംസ് സഹായിച്ചു. സ്ക്രീനിൽ വന്നു പോകുന്ന ഓരോ കഥാപാത്രത്തിനും കൃത്യമായ ഐഡന്റിറ്റി നൽകാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ഒരു കഥാപാത്രം പോലും അനാവശ്യമാണെന്നോ മോശമാണെന്നോ ഉള്ള തോന്നൽ പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 15 മിനിറ്റ് മാത്രം വന്നുപോയ ജഗദീഷിന്റെ കഥാപാത്രമായാലും അൽത്താഫ് അവതരിപ്പിച്ച സുനിലേട്ടനായാലും കഥയുടെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്നവരായിരുന്നു. സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് അഭിനവ് സുന്ദർ നായക് എടുത്തു പറഞ്ഞ ഒരു കാര്യമായിരുന്നു നസ്ലനെ കാസ്റ്റ് ചെയ്തത്. നസ്ലൻ നോ പറഞ്ഞിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലെന്ന് പറഞ്ഞത് 100% ശരിയായിരുന്നു. ഈ ഒരു കഥാപാത്രം ചെയ്യാൻ നസ്ലൻ അല്ലാതെ വേറൊരാൾ ഇപ്പോൾ ഇൻഡസ്ട്രിയിലില്ല. തന്റെ ആത്മാവ് മുഴുവൻ ഈ ഒരു കഥാപാത്രത്തിനായി നസ്ലൻ നൽകിയിട്ടുണ്ട്. തണ്ണീർമത്തൻ ദിനങ്ങളിലെ മെൽവിനിൽ നിന്ന് മോളിവുഡ് ടൈംസിലെ വിനീത് മാധവനിലേക്ക് എത്തുമ്പോൾ നടൻ എന്ന നിലയിൽ നസ്ലൻ ഉണ്ടാക്കിയ വളർച്ച കയ്യടി അർഹിക്കുന്ന ഒന്നാണ്. ഇമോഷണൽ സീനുകളിൽ സട്ടിലായി നസ്ലൻ നൽകുന്ന എക്സ്പ്രഷനുകളെല്ലാം എടുത്തു പറയണം. നസ്ലൻ കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഞെട്ടിച്ചത് സംഗീത് പ്രതാപാണ്. പ്രേമലുവിന് ശേഷം സംഗീതിനെ തേടി വന്ന കഥകളെല്ലാം അമൽ ഡേവിസിന്റെ ബാധയുണ്ടായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ അർജുൻ ഹരിദാസ് സംഗീതിന്റെ കരിയർ ബെസ്റ്റാണ്. നസ്ലനും സംഗീതമുള്ള കോമ്പോസിന് ലഭിച്ച യൂണീക്നെസ് മോളിവുഡ് ടൈംസിന്റെ പോസിറ്റീവുകളിൽ ഒന്നാണ്. റോഷൻ ഷാനവാസിന്റെ സിജുരാജും എടുത്തു പറയേണ്ട കഥാപാത്രമാണ്. വളരെ കുറച്ച് സീനുകളിൽ മാത്രമേ ഉള്ളൂവെങ്കിലും വളരെ ശക്തമായ രാഷ്ട്രീയമാണ് ഈ കഥാപാത്രത്തിലൂടെ പറഞ്ഞു വെച്ചത്. രാഷ്ട്രീയം പറയാൻ വേണ്ടി കുത്തിക്കയറ്റിയെന്ന ഫീൽ ഈ ഭാഗത്ത് തോന്നിയിട്ടേയില്ലെന്ന് എടുത്തു പറയാം. ഷറഫുദ്ദീൻ, പ്രശാന്ത് അലക്സാണ്ടർ, അൽതാഫ് സലീം, അപ്പുണ്ണി ശശി, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഗോപിക രമേശ്, രാജേഷ് മാധവൻ തുടങ്ങി സ്ക്രീനിൽ വന്നു പോകുന്ന എല്ലാവരെയും കൃത്യമായി രജിസ്റ്റർ ചെയ്യിക്കാൻ സംവിധായകന് സാധിച്ചിട്ടുണ്ട്. ക്യാമറയ്ക്ക് പിന്നിൽ നിന്നവരുടെയും ഗംഭീര ഔട്ട്പുട്ട് തന്നെ ഈ സിനിമയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. അമിതമായി ലൗഡാകാതെ കഥയ്ക്ക് വേണ്ട രീതിയിൽ കൃത്യമായി സംഗീതമൊരുക്കിയ ജേക്സ് ബിജോയ്, വിനീത് മാധവന്റെ കൂടെ സഞ്ചരിച്ച വിശ്വജിത്ത് ഒടുക്കൽതെല്ലിന്റെ ഫ്രെയിമുകൾ, അളന്നു മുറിച്ച് കട്ട് ചെയ്ത നിതിൻ രാജിന്റെയും അഭിനവ് സുന്ദറിന്റെയും കട്ടുകൾ എന്നിങ്ങനെ ടെക്നിക്കൽ മേഖലയിലും ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. സിനിമയിൽ എല്ലാവരുടെയും ഇഷ്ടം പിടിച്ചു പറ്റാൻ അമിതമായി വിനയം കാണിച്ച് നിലനിൽക്കുന്ന ചില താരങ്ങളെയും ടെക്നീഷ്യന്മാരെയും നിലത്ത് നിർത്താതെ വറുത്തെടുക്കുന്നുണ്ട്. അത്തരം വിനയകുലീനർ ഈ സിനിമ കാണുമ്പോൾ തൊലിയുരിയാൻ സാധ്യതയുണ്ട്. സക്സസ് ട്രിലോജിയിലെ രണ്ടാമത്തെ ചിത്രത്തിലും അഭിനവ് നിരാശപ്പെടുത്തിയിട്ടില്ല.